കൊല്ലം മേയർക്കെതിരെ കത്തിയുമായി എത്തിയ യുവാവ് ഭീഷണി മുഴക്കിയെന്ന പരാതി. യുവാവിന്റെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണ്. വഴിയോര കച്ചവടക്കാരെ ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നതായി മേയർ ഹണി ബെഞ്ചമിൻ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. കഴിഞ്ഞ ദിവസം കത്തിയുമായി വന്ന യുവാവ് മേയറുടെ വീടിനെക്കുറിച്ച് നാട്ടുകാരോട് അന്വേഷിച്ചു. അസ്വാഭാവികത തോന്നിയ നാട്ടുകാർ വിവരം മേയറെ അറിയിച്ചു. മേയർ ഇത് പോലീസിന് കൈമാറി. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഒരു യുവാവ് നടന്നുവരുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചു. ഈ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ഈ മുഖം കാണാൻ വയ്യ. പക്ഷെ അത് നന്നായിട്ട് നോക്കുമ്പോൾ ഇയാളുടെ കയ്യിൽ ഇടത്തെ കയ്യിൽ എന്തോ ഒരു സാധനമുണ്ട്. അത് വലത്തെ കയ്യിലോട്ട് മാറ്റുന്നു. അതെന്ത് സാധനമാണെന്ന് ഞാൻ കണ്ടില്ല, നമുക്കത് കാണാൻ പറ്റില്ല. അപ്പം ഇത് പിന്നാണ് അറിയുന്ന ഇയാൾ വിളപ്പുറത്തും ഒക്കെ പോയി എന്നെ തിരക്കിയെന്നൊക്കെ അറിഞ്ഞപ്പോഴത്തേനും നമുക്ക് സ്വാഭാവികമായിട്ടും ഇത് അന്വേഷിച്ചാൽ കൊള്ളാമെന്ന് തോന്നി. എന്താണ് ഇയാൾക്ക് ഇതിന്റെ പിന്നിലെന്നുള്ളത് അറിയണമല്ലോ. വഴിയോര കച്ചവടക്കാരെ ഒഴിപ്പിച്ചതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുടെ തുടർച്ചയായിട്ടാണോ ഭീഷണിയെന്നും സംശയിക്കുന്നുണ്ട്. അയാൾ ഈ ബിജുവിനോട് പറഞ്ഞെന്ന് അയാൾ മയ്യനാടുള്ളയാണ്, ഒരു ജഡ്ജിയുടെ സഹോദരിയുടെ മോനാണെന്നൊക്കെ അവിടെ പറഞ്ഞു എന്ന് പറയുന്നു. അപ്പോൾ ഈ വിഷ്വൽ കാണുമ്പോഴാണ് നമുക്കൊരു സാധാരണ ആളല്ല. അയാൾ ജീൻസാണ് ഇട്ടേക്കുന്നത്, ഷൂ ഇട്ടിട്ടുണ്ട്, ക്യാൻവാസ് ഇട്ടിട്ടുണ്ട്, ടീഷർട്ട് ഇട്ടിട്ടുണ്ട്. പോലീസ് FIR രജിസ്റ്റർ ചെയ്തു. അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. വീടിന് സുരക്ഷ ഏർപ്പെടുത്തുകയും ചെയ്തു. മാതൃഭൂമി ന്യൂസ്, കൊല്ലം.